ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്ന കീം 2025 ഒരു പുതിയൊരു അപ്ഡേറ്റിലേക്കാണ്. അതായത് യുനാനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും, അതായത് BUMS BSMS യുനാനി കോഴ്സ് സിദ്ധ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് MBBS സീറ്റിലേക്കുള്ള റിസർവേഷൻ്റെ കാര്യമാണ് എൻട്രൻസ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാം. മുൻപ് ആയുർവേദ കോഴ്സ് BAMS കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് 7 സീറ്റും, അതുപോലെ തന്നെ BHMS ഹോമിയോ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് 4 സീറ്റും, മൊത്തത്തിൽ 11 സീറ്റ് റിസർവേഷൻ MBBSൻ്റെ സീറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ അത് ആർക്കൊക്കെയാണ്, അതായത് നേരത്തെ 2 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കായിരുന്നു ഈ റിസർവേഷൻ ഉള്ളതെങ്കിൽ ഇപ്പോൾ യുനാനിയും സിദ്ധ കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. അവർക്കും റിസർവേഷൻ കിട്ടുന്നു. നേരത്തെ 2 ഡിഗ്രി ഉള്ള ആളുകൾക്ക് മാത്രം മാറ്റിവെച്ചിരുന്ന റിസർവേഷൻ ഇപ്പം 4 പേർക്കായിട്ട് വിഭജിച്ച് കൊടുത്തിരിക്കുന്നു എന്നുള്ള പുതിയ നോട്ടിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. നേരത്തെ ആയുർവേദം കംപ്ലീറ്റ് ചെയ്തവർക്ക് 7 അവിടെ വേറെ ആരും കയറില്ല. ഹോമിയോ കംപ്ലീറ്റ് ചെയ്തവർക്ക് 4, അവിടെയും വേറെ ആർക്കും കയറാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പുതിയ അപ്ഡേറ്റ് പ്രകാരം എന്താണ്, ആയുർവേദം കംപ്ലീറ്റ് ചെയ്തവർക്കും ഹോമിയോ കംപ്ലീറ്റ് ചെയ്തവർക്കും യുനാനി സിദ്ധ കംപ്ലീറ്റ് ചെയ്തവർക്കും ഒക്കെ എന്ത് ചെയ്യാം, ഈ 11 സീറ്റിലേക്ക് അപേക്ഷിക്കാം. 11 സീറ്റേ ഉള്ളൂ. പക്ഷേ ഈ ഡിഗ്രിക്കാർക്ക് ഇത്ര സീറ്റ്, ഇന്ന ഡിഗ്രിക്കാർക്ക് ഇത്ര സീറ്റ് ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ആർക്കാണോ നീറ്റ് റാങ്ക് കൂടുതൽ അവർക്കായിരിക്കും അതിലേക്ക് കിട്ടുക. ഇപ്പോൾ ഹോമിയോ പഠിച്ച കുട്ടിക്കാണ് കൂടുതൽ എങ്കിൽ ആ കുട്ടിക്കായിരിക്കും കിട്ടുക. യുനാനിക്കാരനാണെങ്കിൽ അതായിരിക്കും കിട്ടുക. ഓക്കെ. അല്ലാതെ ഈ ഡിഗ്രിക്ക് നേരത്തെ പോലെ ആയുർവേദത്തിന് 7 സീറ്റ്, ഹോമിയോയ്ക്ക് 4 സീറ്റ് എന്നുള്ള രീതിയിലില്ല. നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റിസർവേഷൻ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇത് എന്താണ്, ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ പ്രൊഫൈലിൽ. അത് മാർച്ച് 10 വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നേരത്തെ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.